നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ മൊബൈലിൽ വെച്ച് തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് അതിനു വേണ്ടി കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാത്തവർക്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. മധ്യഭാഗത്ത് കാണുന്ന ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്ന ഈ ഒരു സൈസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. തുടർന്ന് നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആദ്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന മീഡിയ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് ബ്ലാക്ക് കളറിൽ സെലക്ട് ചെയ്തെടുക്കാം. ഏകദേശം നമുക്ക് ഒരു 10 സെക്കൻഡ് വരെ നമുക്ക് ഒരു ടെക്സ്റ്റ് ആനിമേഷൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. തുടർന്ന് നമുക്കൊരു ടെക്സ്റ്റ് വേണം. നിങ്ങളുടെ പേരോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അതിവിടെ ടെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗം ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ പേരൊന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്തെടുക്കാം. തുടർന്ന് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിതിന് വേണ്ട ഫോണ്ടിൻ്റെ സ്റ്റൈലൊന്ന് ഇതുപോലെ മാറ്റിയെടുത്ത് വേണ്ട വലുപ്പത്തിൽ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. തുറന്ന് ഓക്കെ നൽകിക്കൊണ്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിന് സമമായ രീതിയിൽ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. തുടർന്ന് ആ ടെക്സ്റ്റ് ലെയറിൽ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇൻ ആനിമേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് വൈപ്പ് റൈറ്റ് എന്ന് കാണുന്ന ഈ ഒരു ആനിമേഷൻ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. തുടർന്ന് ഓക്കെ നൽകിക്കൊണ്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ടെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമുക്കിത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. തുടർന്ന് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. തുടർന്ന് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു കളർഫുൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ലെയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന ഹാൻഡ് റൈറ്റിംഗ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പെൻ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. തുടർന്ന് നമ്മൾ താഴെ ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് ആ ഒരു പെൻ ഐക്കൻ്റെ സൈസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. വേണ്ട സൈസ് സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന ഈ കളർ ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കളർ ഇതുപോലെ ഒന്ന് വിരലുപയോഗിച്ചുകൊണ്ട് വേണ്ട എല്ലാ കളറുകളും ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ കളറുകളും നമ്മുടെ സ്ക്രീനിൽ വിരലുപയോഗിച്ച് വരച്ചുകൊണ്ട് കളർഫുള്ളാക്കി എടുക്കുക. ഇങ്ങനെ കളറെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ നൽകിക്കൊണ്ട് കളർ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് സമമായ രീതിയിൽ ഇതുപോലെ കൊണ്ടുപോയി വെക്കുക. തുടർന്ന് നമ്മൾ ഓവറോൾ എന്ന് കാണുന്ന ഈ ഒരു മധ്യഭാഗത്തുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് ഫൗണ്ടെയിൻ എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കളറ് നമുക്ക് ഇതുപോലെ ആനിമേഷൻ ചെയ്യാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ഓക്കെ നൽകി നമ്മൾ നേരത്തെ നമ്മുടെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇവിടെ ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മീഡിയ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരിക. തുടർന്ന് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ മുഴുവനായി വരത്തക്ക രീതിയിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തെടുത്ത് ഓക്കെ നൽകാം. തുടർന്ന് നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ലെയറിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് ബ്ലെൻഡിങ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂന്നാമതായി കാണുന്ന മൾട്ടിപ്ലൈ എന്ന് കാണുന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. തുടർന്ന് ഓക്കെ നൽകിക്കൊണ്ട് നമ്മൾ ആ ഒരു എഡിറ്റിംഗ് ഒന്ന് പൂർണ്ണമായിട്ട് നമ്മൾ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഇതുപോലെ വളരെ മനോഹരമായ രീതിയിൽ ആനിമേഷൻ കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ടെക്സ്റ്റുകൾ ഇതുപോലെ മനോഹരമാക്കി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.